അതെ. അപ്പം സാധനം ഇപ്പം റെഡി ആയിരിക്കണത്. അപ്പം അഭിപ്രായം കൂടി നോക്കിയിട്ട് ഞാൻ അതിന്റെ ബാക്കിയാണ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാസ്തയും കൊണ്ടൊരു പായസമാണ്. അപ്പോൾ പാസ്ത ഇങ്ങനെ കട്ട് നല്ല മിക്സിയിലിട്ട് അരക്കാം. ബാക്കി ഞാൻ ഇപ്പോൾ കുക്ക് ചെയ്യുന്നപ്പോൾ കാണിച്ചു തരാം. ഇതിങ്ങനെ ഈ ഒരു ഫ്ലെയിമിൽ കുക്കിക്കാൻ ആണാക്കി. അപ്പം ഗൈസ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെർമിസിലി ഉണ്ട്. നമ്മളത് സാധാരണ സേമിയ പായസമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് പാസ്ത ഉണ്ടായിരുന്നു. അപ്പോൾ പാസ്ത കുറച്ച് ബാലൻസ് ഉള്ള സമയത്ത് നമ്മൾ കുറച്ച് പാസ്ത ഇതേപോലെ ഗ്രൈൻഡ് ചെയ്തിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളൊരു പാത്രം വേണം. പാത്രത്തിൽ ഒട്ടും വെള്ളമില്ലാതെ, കാരണം പാലൊഴിക്കുന്നതാണ്, അപ്പോൾ ഒട്ടും വെള്ളമില്ലാതെ നല്ല കറക്റ്റായിട്ട് നല്ല കറക്റ്റായിട്ട് വെക്കാൻ ശ്രമിക്കണം. അതേപോലെ തന്നെ അതിന് ഉപയോഗിക്കുന്ന ആ സ്പൂണും നല്ല ക്ലീൻ ആയിരിക്കണം. അപ്പം നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ നല്ല ഗീലാണ് നമ്മൾ ശരിക്കും ഫ്രൈ ചെയ്തത്. അപ്പോൾ നമുക്ക് ഗീ ആദ്യം എടുക്കണം. അപ്പം ഗീ ഒന്ന് ഓപ്പൺ ആക്കട്ടെ. സ്പൂൺ നമ്മളവിടെ തുടച്ചു വെച്ചിട്ടില്ലേ. അപ്പം ഇപ്പം നമ്മളെടുത്തത് വെജിറ്റബിൾ ഗീ ആണ്. അപ്പോൾ ഇത് മതി. അത് കുറച്ച് ഇതിലേക്ക് വെച്ച് കുറച്ചും കൂടി വെച്ചു അവിടത്തേക്ക് കാണിച്ചോട്ടെ. കുറച്ചും കൂടി ഓക്കെ. പിന്നെ അടുത്തത് സ്റ്റവ് ഒന്ന് ഓൺ ആക്കിക്കോ. അത് അതിൽ തന്നെ സ്പൂണായിട്ട് തളിച്ചു. ഓക്കെ. അപ്പോൾ ഇതൊന്ന് മെൽറ്റ് ആകുന്ന 2 മിനിറ്റ് ഒന്ന് കാത്തിരിക്കണം. അപ്പം ഇതിപ്പോൾ മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടുവാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒരു ബ്രൗണിഷ് കളർ ആവണം ആ അണ്ടിപ്പരിപ്പ് ഒന്ന്. അപ്പോൾ അതുവരെ ഒന്ന് ജസ്റ്റ് വെച്ച് തന്നെ ഇളക്കണം. അപ്പം സ്ലോ കുക്ക് ആയിരിക്കണം. ഇത് ഓവർ തീ വെച്ചിട്ട് കൂട്ടിയിട്ട് ചുമ്മാ ഇരുന്ന് ബ്ലാക്ക് ആവാൻ പാടില്ല. ഒരു ചെറിയൊരു നല്ലൊരു ഗോൾഡൻ കളർ ചെയ്യണം. ഒരു സ്ലിമ്മിൽ ഇട്ടിട്ട് ഒരു എത്ര മിനിറ്റ് വേണം? 1 മിനിറ്റ് ഓക്കെ. ആ ഓക്കെ. അപ്പം ഇതാ ഒരു ബ്രൗണിഷ് കളർ ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഹെൽപ്പറായിട്ട് വന്നത് നമ്മുടെ സദ്ദാം ഭായി ആണ്, ഫ്രം ബംഗ്ലാദേശ്. ഓക്കെ. അപ്പോൾ ഇതിന്റെ ഗോൾഡൻ കളർ ആയാ സദ്ദാം? गोल्डन कलर आया? मालूम नहीं है, इंग्लिश और हिंदी बोलो. हिंदी गोल्डन कलर आया? गोल्डन कलर आया मालूम नहीं. ब्राउन क्या ब्राउन आया? नहीं आया. कितना टाइम चाहिए? थोड़ा वेट करो 3 मिनट. ഓക്കെ. അപ്പോൾ അടുത്തത് നമ്മളെ പുള്ളിക്കാരൻ ഇത് സെറ്റാക്കി ഗ്രേപ്സ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ നാണം വന്ന് ഫസ്റ്റും ഫുൾ ഉണ്ടായതാണ്. ഇപ്പൊ അവൻ കഴിച്ച് പകുതിയായി. നന്നായിട്ട് ആവുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു കളർ മാറുന്ന സമയത്ത് നമുക്ക് ആ ഗ്രേപ്സും കൂടി ഇട്ടിട്ട് എടുക്കാം. അപ്പം ഒരു ചെറിയതായിട്ട് ഒരു കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ ഗ്രേപ്സ് അതിലേക്ക് ഇടാം. ഇട്ടോ ഗ്രേപ്സ് ഡ്രൈ ഗ്രേപ്സ് ആണ് ഇത്. മൊത്തമായിട്ടുണ്ട്. ഇതിന്ന് ജസ്റ്റ് ഒന്ന് ബോൾ ആവുന്ന വരെ കാത്തിരിക്കണം ഗ്രേപ്സ്. പിന്നെ അത് കോരാനുള്ള ഒരു ചെറിയൊരു പാത്രമുണ്ട്. ആ ബോളതാ ജസ്റ്റ് ബോളായി വരുന്നുണ്ട്. മതി ഓഫായി ഓക്കെ. ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് പായസത്തിന്റെ ഒരു മെയിൻ ഘടകം. ഇതാണ് ഈ ഒരു ടൈപ്പ് ആയിട്ടുണ്ട്. ഇതാ നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അപ്പൊ ഒന്നും കൂടി ആ പാൻ ഒന്നും കൂടി എടുത്ത് അവിടെ വെച്ചോ. ഒന്നും കൂടി ഓണാക്കാം ആ ഒരു ചെറിയൊരു തീയില്. ആദ്യം സേമിയല്ലോ ഇതൊന്ന് ചെയ്യാം. അപ്പം യൂസിങ് ആ ഓയിൽ തന്നെ മതി, വേറെ ഇതൊന്നും വേണ്ട. ഓയിലല്ല, ഗീ. അതിൽ അത് കേട്ടോ, മറ്റേത് കേട്ടോ, നമ്മൾ ആ പാസ്തയും കൂടി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അടിച്ചു വെച്ച പാസ്ത, ഇതൊരു പരീക്ഷണമാണ്. സെറ്റാവോ ഇല്ലയോ ഒന്നും അറിയില്ല, എന്നാലും ട്രൈ അല്ലേ? എന്താ പറയുന്നേ? ട്രൈ ഫുൾ കേട്ടോ, താമസിക്കോ. നന്നായിട്ട് സ്ലോയില്. എടാ ഇതൊന്ന് കൊടുത്തോ.
അതിലേക്ക് കുറച്ച് ഒരു മറ്റേ ഗീ കുറച്ചൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളർ ആവട്ടെ. ഇപ്പൊ തന്നെ ഏകദേശം കളർ മാറി മാറി വരുന്നുണ്ട് അല്ലേ? കളർ ചേഞ്ച് ചെയ്യണം. തോടാ സ്ലോ കുക്കുമേ തോടാ. അപ്പം ഇതിലേക്ക് നീ അടുത്തത് മിൽക്ക് ഇടണം. അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറുന്ന സമയത്ത് നമുക്ക് ആ മിൽക്ക് ഇടാം. അപ്പം ഇതിനായിട്ട് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ ഫ്രഷ് പാലല്ല, നമ്മൾ ഈ ഗുഡ് ലൈഫ് എല്ലാം പോലെ ലോങ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു പാലെടുക്കുന്നത്. അപ്പം ഇതെന്തായി ഒഴിക്കാനായാ? ആയിക്കോ. ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ക്രിസ്പി ആവണം. ഇത് കുറച്ച് ഒഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയി കിട്ടും. മിൽക്ക് അത് ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട്. അത് നമ്മുടെ സ്വന്തം നമ്മുടെ ചെക്കനാണ്, ആറ്റിറ്റ്യൂഡ് കൈ. അപ്പോൾ പാൽ നമ്മൾ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ അടിയിലോട്ടെല്ലാം നല്ലൊരു ബ്രൗണിഷ് കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു അടിയിലോട്ട് നല്ലൊരു തീ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിപ്പോൾ ഒന്ന് കുറച്ച് പാൽ ഒഴിക്കാം. ഓക്കെ, 2 ലിറ്റർ പാലാണ് നമ്മളിപ്പോൾ ഒഴിക്കാൻ പോകുന്നത്. ഒഴിച്ചു. അപ്പോൾ ഇതാ ഇതിങ്ങനെ നമ്മളിപ്പോൾ 2 ലിറ്റർ പാൽ ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം നല്ലോളൂ. ഇതേപോലെ ഒന്ന് നല്ല ഗീയൊക്കെ മേലെ വന്ന് പാലൊക്കെ ഒന്ന് ലെവലായി. എനിക്കൊന്ന് നല്ലൊന്ന് കുക്കാക്കണം ഈ സാധനം. ഇതിപ്പോൾ പിന്നെ ഒന്ന് ജസ്റ്റ് ഒരു ക്രിസ്പി ടൈപ്പ് ഉള്ളത്. അപ്പോൾ അതൊന്ന് നല്ല ലൂസാവണം. അപ്പോൾ ഇതാ കുറച്ച് വെള്ളം ഒഴിക്കണം. നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ കുറേ പേരുണ്ട്, ഒരു 10-20 സംതിങ് ആൾക്കാരുണ്ട്. അപ്പോൾ അത്രയും പേർക്ക് എത്തേണ്ടതുകൊണ്ട് അവിടെ 1 ലിറ്ററും കൂടി എടുത്തോളാം. ഇങ്ങനെ ആ ഗീ ഇട്ടുകൊണ്ട് നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു സ്മെല്ല് വരും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലോങ് ആവും. ഇത് നമ്മൾ മൊത്തം ഒന്നും കട്ട് ചെയ്താൽ ഇടുന്നത്, കട്ട് ചെയ്യണം. കാരണം ആർക്കെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ ഇത് കറക്റ്റ് പ്രോസസ്സ് തന്നെ കാണാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഇടുന്നത്. അപ്പോൾ ടോട്ടൽ ഒരു 3 ലിറ്ററും പിന്നെ ഒരാൾ 1/2 ലിറ്ററോളം എക്സ്ട്രാ വരുന്നുണ്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതാണ് പ്രോസസ്സ്. ഒന്ന് കുറുകാൻ ഇനി കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഒന്ന് റെഡി ആവുന്ന നേരം നമുക്കൊന്ന് കാത്തിരിക്കാം. ഇപ്പം തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. കുറച്ചൊന്ന് ഫുള്ളല്ല, ഒരു മീഡിയത്തിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ചെറിയ ബർണറാണ്, അതുകൊണ്ട് നമ്മൾ അത്ര ഓവറായിട്ട് സ്പീഡ് കൂട്ടുന്നില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കണം, അടിയിലോട്ടൊന്ന് നന്നായിട്ട് ഇളക്കണം. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസസ് ഉണ്ട്. കാരണം വെച്ചാൽ പാസ്ത ആയതുകൊണ്ട് അടിക്ക് പിടിക്കാം. അപ്പോൾ അതിങ്ങനെ, അപ്പം ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു 300 ഗ്രാം ഷുഗർ വേണം. പിന്നെ കുറച്ചൊന്ന് ഏലക്കായ, ഒരു നല്ലൊരു സ്മെല്ലിനും ഫ്ലേവറിനും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഏലക്കായ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് പൊടിയ പോലെ ആക്കണം. ഓക്കെ, അപ്പം നന്നായിട്ട് പൗഡർ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പം ജോയിൻ ചെയ്യേണ്ടിയിട്ട് നമ്മുടെ ഗോപി വന്നിട്ടുണ്ട്. അപ്പം ഗോപിനെ അറിയാത്ത ആൾക്കാർ കുറവാണ് അല്ലേ? ഇതിന് ചിരിക്കുന്നപ്പോഴും അതിനാവശ്യമുള്ള ഷുഗർ ഒന്നിടും. നമുക്ക് ആവശ്യമുള്ള ഷുഗർ ഇടാം. നമുക്കൊന്ന് കുറേ ആൾക്കാർ കഴിക്കാനുണ്ട്. അപ്പം എല്ലാവരുടെ ഷുഗറും നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മൾ ആവശ്യമുള്ള ഷുഗർ ഒന്ന് ഇട്ട് വെക്കാം. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും ഇടാം. ഇപ്പോൾ ഷുഗർ ഇട്ടാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ കുറച്ചൊന്ന് കട്ടി ആയിക്കോളും. പിന്നെ അതിൽ കുറച്ച് ഏലക്കായും കൂടി ഇട്ടുകൊണ്ട് നല്ല സ്മെല്ലും വരുന്നുണ്ട്. ഹെഡ് ഷേപ്പ് ടേസ്റ്റ് നോക്കുന്നുണ്ട്. എപ്പടി ഷെഫ് കൊള്ളാം. ഷുഗർ കുറച്ചൊന്ന് കുറവുണ്ട്. അടിയിട്ട് നീടെ പൊത്തി പിടിച്ചതിന് എങ്ങനെ ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യാം. ഷുഗർ കുറവാണ് സത്യത്തിൽ. അപ്പോൾ നമുക്ക് കുറച്ച് ഷുഗർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 300 ഗ്രാമും ഞാൻ മൊത്തമായിട്ട് ഇടുന്നില്ല. നമുക്ക് കുറച്ചായിട്ട് ഓവർ ഷുഗർ വേണ്ട. നമ്മളധികം ഷുഗറിന് ആവശ്യം വരുന്നില്ല. അപ്പം നന്നായിട്ട് ഇളക്കി നല്ലൊരു ടെസ്റ്ററൊക്കെ വന്ന് തുടങ്ങി. പായസത്തിൻ്റെ ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. കുറച്ച് പാല് കുറച്ച് കുറവുള്ളത് പോലെ തോന്നുന്നുണ്ട്.
അപ്പോൾ അതൊന്നും നമുക്ക് ശരിയാണ്. അപ്പോൾ അതൊന്ന് കുറച്ചും വിളിക്കണം. നമ്മൾ ആ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പുണ്ടല്ലോ, അത് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇട്ടിട്ട് നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പം തീർന്നു. ഓൾറെഡി റെഡിയായി. നല്ല പതയൊക്കെ ആയിരുന്നുണ്ട് കണ്ണിൽ. അപ്പം നല്ല സൂപ്പറായിട്ട് ഇപ്പം കിടക്കാനുണ്ട്. നല്ലൊരു എന്താ പറയുക, ഷെഫ് എപ്പടി ഇരിക്കുന്നു? കണ്ടിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ സൂപ്പറാണ്. ഇനിയിപ്പം കഴിക്കുന്ന ആൾക്കാരുടെ അഭിപ്രായം കൂടി നോക്കിയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതായത് ഇങ്ങനെ പതയൊക്കെ വരുന്നില്ലേ, കുറച്ച് ഇരിക്കണം. ഓക്കെ ഓക്കെ, ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ലൊരു കൺസെൻട്രേഷൻ, നല്ല സാധനം എല്ലാം വന്നിട്ടുണ്ട്. നല്ല ഇതാ ഈ ഒരു ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല സൂപ്പർ ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ മതി. അപ്പം ഇനി ഇതിലേക്ക് കുറച്ചൊന്ന് നമ്മളെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഇടണം കേട്ടോ. ജസ്റ്റ് നമ്മൾ ആ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടും ജസ്റ്റ് ഒരു ചെറിയൊരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ടും മാത്രം. അല്ലേ? അപ്പം സാധനം ഇപ്പം റെഡി ആയിരിക്കണത്. അപ്പം ഇനി എല്ലാവർക്കും കൊടുത്തിട്ട് അവരുടെ അഭിപ്രായം കൂടി നമുക്ക് നോക്കിയിട്ട് ഞാൻ അതിൻ്റെ ബാക്കിയാണ്. ഇത് പോസിബിൾ ആണെന്ന് വെച്ചാൽ പോസിബിൾ ആണ്, ബട്ട് നമ്മൾ ഈ ഉണ്ടാക്കിയ സമയത്ത് തന്നെ കഴിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇത് കണ്ടില്ല, കട്ട പിടിച്ചു. കണ്ടോ, ഒരു അരമണിക്കൂർ കഴിഞ്ഞോടെ തന്നെ കട്ട പിടിച്ചു. മീൻസ് അതായത് പാസ്ത നന്നായിട്ട് വെള്ളം കുടിച്ചു. മിൽക്കെല്ലാം കുടിച്ചിട്ട് മൊത്തം വെള്ളം പോയി. അപ്പം നമ്മൾ എന്നിട്ട് ഒരു ലിറ്ററും കൂടി ഒഴിച്ചു. അപ്പോൾ ഇപ്പോൾ ഓക്കെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു.